ഹായ്, വെൽക്കം ടു അമ്മൂസ് എമ്മി കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് പഴംപൊരിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പഴംപൊരി ചെയ്തെടുക്കാൻ നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 പഴം, 1 കപ്പ് മൈദ, 4 സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാൻ ഈ 2 പഴത്തിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം കട്ട് ചെയ്യുന്നത് നമ്മൾ വല്ലാതെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഞാൻ നടു ഒന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. വേണ്ട, വല്ലാതെ നമ്മൾ നൈസാക്കിയിട്ടില്ല, വല്ലാതെ കട്ട് ചെയ്തിട്ടില്ല. ഈ സൈസിൽ വേണം നമ്മൾ പഴം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ചേർത്തി ഒന്ന് ബാറ്റർ റെഡിയാക്കാം. ഇപ്പോൾ ബാറ്റർ ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ ഞാൻ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തരിയൊന്നുമില്ലാതെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. അപ്പം ഞാൻ ഒരു 2 സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗർ. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഉണ്ടല്ലോ, ഇത് വല്ലാതെ തിക്കുമല്ല വല്ലാതെ ലൂസും അല്ല, ഈ പരിവാവണം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഈ ബാറ്ററിൽ പഴം മുക്കിയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഇത് ആകെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഈ ബാറ്റർ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഓരോരോ പഴം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആകെ അത് കരിഞ്ഞു പോവും. ഒരു ഭാഗം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് റെഡിയാക്കി എടുക്കാം. സെക്കൻഡ് ബാച്ചും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൺ.